ഇപ്പോൾ എം.എ. ബേബി സാറിൻ്റെ പാത്രം കഴുകലാണ് വലിയൊരു ചർച്ചയായി സാമൂഹ്യ മാധ്യമത്തിലും വാർത്താ മാധ്യമത്തിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത്. ഇനി ഈ ഏപ്രിൽ മെയ് മാസം വരെ എല്ലാം വാർത്തയാണ്. പൂച്ച ചാടിയാലും എലി ഓടിയാലും ആ പൂച്ചയുടെ നിറവും എലിയുടെ നിറവും ഒക്കെ ചർച്ച ചെയ്യും. ഇപ്പം ചാനലുകൾ ഇവിടെ മുഴുക്കാത്തത് കൊണ്ട് അടുത്ത പുതിയ ഒരു ചാനൽ കൂടി ഉദയം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന വാർത്തയും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടെ വാർത്ത കിട്ടണ്ടേ, സ്പേസ് കിട്ടണ്ടേ. അപ്പോൾ അത് വെച്ച് കത്തിക്കലാവും. ഇപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, സത്യം പറഞ്ഞാൽ ആ മനുഷ്യൻ ആ ചെയ്ത പ്രവൃത്തി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഇലക്ഷൻ പ്രചരണമോ ഒന്നും ആയിരുന്നില്ല എന്ന് എന്നെപ്പോലെയുള്ള ആളുകൾക്കറിയാം. ഈ രാഷ്ട്രീയമായോ വേറെന്തെങ്കിലും കാര്യങ്ങളൊക്കെയായി അഭിപ്രായ വ്യത്യാസം പലപ്പോഴും നമുക്കൊക്കെ പരസ്പരം ഉണ്ടാവുമെങ്കിലും ഓരോ മനുഷ്യരെയും മനസ്സിലാക്കുന്നിടത്ത് നമുക്ക് ചില പിഴവുകൾ പറ്റാറുണ്ട്. പക്ഷേ ഇതെടുത്ത് വീഡിയോയോ ചിത്രമോ ആക്കി പുറത്തു വിടുകയും അല്ലെങ്കിൽ അത്തരമൊരു സംഗതിക്ക് ഈ പറയുന്ന ബേബി സാഹിബിനെ പോലെ ഒരാൾ നിന്നുകൊടുക്കുകയും ചെയ്തതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ അബദ്ധം. എം.എ. ബേബി സാർ എത്രയോ വർഷങ്ങളായി, ഞാനൊക്കെ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിലൊക്കെ സന്ദർശകനായിരിക്കുന്ന കാലം മുതൽ ഏതാണ്ട് 2012-11 കാലം മുതൽ 10-14 വർഷമായിട്ട് എനിക്കറിയാം. അദ്ദേഹം കഴിക്കുന്ന പാത്രം അദ്ദേഹത്തിൻ്റെ വീട്ടിലേതാണെങ്കിൽ പോലും അദ്ദേഹം തന്നെ കഴുകി വെക്കാറുണ്ട്. അത് നമുക്കൊക്കെ കാണുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ളൊരു അഭംഗി തോന്നുന്നത് അത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പം ഞാനൊന്നും അങ്ങനെ കഴുകി വെക്കാറൊന്നുമില്ല. അങ്ങനെ കഴുകി വെക്കുന്നതിലൂടെ എന്തെങ്കിലും സവിശേഷമായ ഒരു സന്ദേശം നൽകാൻ എന്ന തരത്തിലും നമ്മളാരും ചിന്തിച്ചിട്ടുമില്ല. ഞാനൊന്നും ചിന്തിച്ചിട്ടില്ല. കാരണം അതിൽ മാത്രം ഇപ്പോൾ ഒരു സന്ദേശം നൽകിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ വീട്ടിൽ വൈഫുണ്ട്, അവരെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ ഒരു ഇതുപോലെ ചെയ്യുന്നു. നമ്മൾ നമ്മുടേതായ ജോലികൾ വേറൊരുപാട് ചെയ്യുന്നു, അവർ ചെയ്യാത്തത്. അപ്പോൾ അതുകൊണ്ടിപ്പോൾ പെണ്ണുങ്ങൾ ചെയ്യുന്ന ജോലി എല്ലാം ആണുങ്ങൾ ചെയ്യണമെന്നും ആണുങ്ങൾ ചെയ്യുന്ന ജോലി എല്ലാം പെണ്ണുങ്ങൾ ചെയ്യണമെന്നും അല്ലെങ്കിൽ രണ്ടുപേർക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അത് പങ്കുവെക്കാതിരിക്കുന്നതിലോ ഒന്നും അർത്ഥമില്ല. ഇതൊന്നും ഒരു പ്രത്യേകിച്ചൊരു കാര്യമുള്ള കാര്യമല്ല. പക്ഷേ ഇദ്ദേഹം ഇത് പണ്ട് മുതലേ ചെയ്യുന്നതാണ്. അതെനിക്ക് 100% അറിയാം. ഞാനും നമ്മുടെ SL സജികുമാർ സാറെന്ന് കയർഫെഡിൽ ചെയർമാനായിരുന്ന അദ്ദേഹമൊക്കെ ആയിരുന്ന കാലഘട്ടത്തിൽ അവിടെ പോകുമ്പോഴൊക്കെ അദ്ദേഹം തന്നെയാണ് ഇത് ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെയും അദ്ദേഹം വേറൊരാളിനെ കൊണ്ട് നമ്മൾ ചില ശീലങ്ങൾ ശീലിച്ചാൽ അത് പിന്നെ ഒരു വലിയ ബുദ്ധിമുട്ടാണ് പലപ്പോഴും. അപ്പോൾ ആ കാര്യത്തിൽ അദ്ദേഹം എല്ലായിടവും അങ്ങനെ തന്നെയാണ്. പക്ഷേ അതിനകത്തൊരു കാര്യമുള്ളത്, അങ്ങനെ ചെയ്യുന്നൊരു കാര്യം എന്തായാലും വീഡിയോഗ്രാഫർമാരും പത്രക്കാരും ആരും ആയിരിക്കത്തില്ല ഇത് ഫോട്ടോ എടുക്കാൻ വന്നത്. ഈ കൂടെ പോകുന്ന ആളുകൾ ഇതെടുത്ത് വെച്ച് പോസ്റ്റ് ചെയ്യുമ്പോൾ ഈ സമൂഹത്തിലേക്കാണിത് വിക്ഷേപിക്കുന്നതെന്നും ഈ പറഞ്ഞതുപോലെ പിന്നെ ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രത്യാഘാതവും സംഗതിയെ സംബന്ധിച്ച് കൂടെ നടക്കുന്നവർക്കൊരു ബോധം ഉണ്ടാവണം. അവരാണ് യഥാർത്ഥ കഴുതകൾ, ഇതെടുത്ത് പുറത്തേക്ക് വിട്ടവർ. കാരണം പുള്ളി ഇത് സ്വാഭാവികമായി ചെയ്യുന്നതാണ്, ചെയ്തിട്ടുള്ളതുമാണ്, എനിക്കും അറിയാൻ ചെയ്യുമെന്നുള്ള കാര്യം. പക്ഷേ അതെടുത്തൊരു വീഡിയോ ആക്കി പുറത്തു വിടുകയും ഒക്കെ ചെയ്തതാണ് യഥാർത്ഥത്തിൽ ഇതിനകത്തൊരു വേറൊരു തരത്തിലുള്ള ചർച്ച ഉണ്ടാകുന്നതിന് കാരണമായി തീർന്നത്. ഇനി എല്ലാ കാലത്തും അങ്ങനൊരു സംഗതി കിടക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതിപ്പോഴത്തെ സാമൂഹ്യ മാധ്യമ കാലത്തും വാർത്താ മാധ്യമ കാലത്തും അങ്ങനെയാണല്ലോ. നമ്മുടെ സി ദിവാകരൻ സാറ് നല്ലൊരു മന്ത്രിയായിരുന്നു. പുള്ളി എന്തോ പ്രസംഗിച്ചപ്പോൾ പാലും മുട്ടയുടെയും കാര്യം പറഞ്ഞ ഒരു സെൻറ്റൻസ് എടുത്ത് പുള്ളിയെ കൈകാര്യം ചെയ്ത് പിന്നെ പുള്ളി ജീവിതകാലം മൊത്തം പാലും മുട്ടയും മന്ത്രിയായിട്ട് നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അദ്ദേഹം നല്ല എഫിഷ്യൻറ്റ് മിനിസ്റ്റർമാരിൽ ഒരാളായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് ഇതൊക്കെ തലയിലെഴുത്തും വിധിയുമാണ്, അല്ലാതെ എന്താ ചെയ്യുക.